രാഷ്ട്രീയമായ പോരാട്ടങ്ങൾക്ക് അവസാനമില്ല. എന്നാൽ പകപോക്കലുകൾ അത് വ്യക്തിപരമായി ചെയ്യരുത്. ഇത്രയും നാള് കൂട്ടിലടച്ച കിളികളെ പോലെ ആയിരുന്നു പോലീസുകാർ. എന്നാൽ ഇന്നവർ അധികാരത്തിന്റെ മുറവിളികൾക്കപ്പുറമാണെങ്കിലും ഈ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവെന്ന നിലയിലും മുൻ മുഖ്യമന്ത്രി നിലയിലും പിണറായി വിജയന് ഒരു ബഹുമാനം കൊടുക്കേണ്ടതുണ്ട്. അത് സാധാരണക്കാരൻ മുതൽ തലതൊട്ടപ്പന്മാർ വരെ അങ്ങനെയായിരിക്കണം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഡ്രൈവറെ പോലീസ് മർദ്ദിച്ച സംഭവം അത് ക്രമസമാധാന തകർച്ചയുടെ മറ്റൊരു രൂപം തന്നെയാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ സാരഥിയെ മർദ്ദിക്കാൻ പോലീസുകാരെന്നല്ല ആർക്കും അധികാരമില്ല. ഇനിയിപ്പോ ഡ്രൈവറുടെ കയ്യിലിരിപ്പ് കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല എങ്കിലും പുറം ലോകം നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഡ്രൈവറെ പോലീസ് മർദ്ദിച്ചു എന്നത് തന്നെയാണ് കേസ്. പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ ഡ്രൈവറെ പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചതായിട്ട് പരാതി നൽകിയതോടെയാണ് ഈ സംഭവം വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. പ്രതിപക്ഷ നേതാവിനെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച മടങ്ങുമ്പോഴായിരുന്നു ഈ നിർഭാഗ്യകരമായ സംഭവം അരങ്ങേറിയത്. ഇത് സംബന്ധിച്ച AKG സെന്ററിലെ ജീവനക്കാരനായ PK അനൂപ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഔദ്യോഗികമായിട്ട് പരാതി നൽകിയിട്ടുണ്ട്. മെയ് 30 വൈകിട്ട് 4 മണിക്ക് പിണറായി വിജയനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി മടങ്ങുന്നതിനിടയിലാണ് സംഭവമുണ്ടായതെന്ന് പരാതിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. തിരുവനന്തപുരം മംഗലാപുരം വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര തിരിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് എത്തിയപ്പോഴായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. കനത്ത പോലീസ് അകമ്പടിയോടെ KL 01 CR 4291 എന്ന വാഹനത്തിലായിരുന്നു അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. പ്രതിപക്ഷ നേതാവ് വാഹനമിറങ്ങി സ്റ്റേഷനിലേക്ക് പ്രവേശിച്ച ശേഷം ഡ്രൈവറായ അനൂപ് വാഹനം അവിടെ നിന്ന് മാറ്റി പാർക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥർ തടസ്സവാദങ്ങളുമായി രംഗത്തേക്കെത്തി. വണ്ടി എടുത്തു മാറ്റടാ എന്ന് അധിക്ഷേപിക്കുന്ന രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ തന്നെ ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതിക്കാരൻ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജയൻ, ശരത് എന്നീ 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് തന്നെ പരസ്യമായിട്ട് കയ്യേറ്റം ചെയ്തത് എന്ന് അനൂപ് പരാതിയിൽ കൃത്യമായി പേരെടുത്ത് പറയുന്നുണ്ട്. തന്നെ കഴുത്തിന് പിടിച്ചു തള്ളുകയും ശാരീരികമായും മാനസികമായും ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തു എന്നാണ് അനൂപിന്റെ പരാതിയിലുള്ളത്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പെരുമാറ്റമാണിത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തെക്കുറിച്ച് വളരെ ഗൗരവമായ അന്വേഷണം നടത്തി കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ ഉചിതമായ നിയമ നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്നാണ് പരാതിയിലൂടെ ആവശ്യപ്പെടുന്നത്. നിയമം കാക്കേണ്ടവർ തന്നെ നിയമം കയ്യിലെടുക്കുമ്പോൾ അത് ജനങ്ങൾക്ക് നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ.